എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തേർഡ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ട്രീസ് എന്നുള്ളതിലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രീ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ബൈനറി ട്രീ തന്നെയാണത്. അതിന് എക്സ്ട്രാ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ ത്രെഡഡ് ബൈനറി ട്രീ എന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയാണ് എക്സ്ട്രാ ആഡ് ചെയ്തതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബൈനറി ട്രീ ആണ്. നമ്മൾ ജനറൽ ട്രീനെ പറ്റിയിട്ടല്ല കാര്യമായിട്ട് പഠിക്കുന്ന നമുക്ക് ഉപയോഗം ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ ഫീൽഡിലാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത് ബൈനറി ട്രീ തന്നെയാണ്. ബൈനറി ട്രീയിൽ ബൈനറി സെർച്ച് ട്രീ നമ്മൾ കണ്ടു. അതിൽ തന്നെ എക്സ്പ്രഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ ട്രീ എന്നുള്ളത് കിട്ടുമെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ മൂന്നാമത് കാണുന്ന ഒന്നാണ് ത്രെഡഡ് ബൈനറി ട്രീ എന്നുള്ളൊരു ചെറിയൊരു വേരിയേഷൻ. ബൈനറി ട്രീ തന്നെയാണ്, ബൈനറി സെർച്ച് ട്രീ ഒന്നുമല്ല. ഇപ്പോൾ എക്സ്പ്രഷൻ ട്രീ ആണെങ്കിലും അത് ബൈനറി സെർച്ച് ട്രീ അല്ല. ബൈനറി സെർച്ച് ട്രീ വേറൊരു കാറ്റഗറി തന്നെ. എക്സ്പ്രഷൻ ട്രീ വന്നു. അതൊക്കെ എല്ലാം ബൈനറി ട്രീസാണ്. എല്ലാത്തിനും എല്ലാ ട്രീയിലത്തെ ഏത് നോഡ് എടുത്താലും അതിന് മാക്സിമം 2 ചിൽഡ്രനേ വരുള്ളൂ. 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 എന്നുള്ളതായിരിക്കും ചിൽഡ്രൻ്റെ നമ്പർ. ലീഫ് നോഡുകൾക്കൊന്നും ചൈൽഡൊന്നും ഉണ്ടാവില്ല. ഒരു ചൈൽഡുള്ളത് ഉണ്ടാവാം. പിന്നെ മാക്സിമം 2 ചിൽഡ്രൻ. അപ്പോൾ അതിൽ ബൈനറി സെർച്ച് ട്രീ കണ്ടു, അതിനുശേഷം എക്സ്പ്രഷൻ ട്രീ കണ്ടു. ഇനിയുള്ളതാണ് ത്രെഡഡ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൂല് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നൂലെന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും ത്രെഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോഡുകളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം സാധാരണ ഒരു ട്രീയിൽ, ബൈനറി ട്രീ ആയിക്കോട്ടെ ജനറൽ ട്രീ ആയിക്കോട്ടെ, നമുക്ക് ബൈനറി ട്രീയുടെ കാര്യം എടുത്താൽ മതി. എന്തായാലും അതിൽ നോഡുകൾ ടോപ്പ് ടു ബോട്ടം, അതായത് ഹൈറാർക്കിയിൽ മുകളിലുള്ള ആൾക്കാർ ഹൈറാർക്കിയുടെ താഴെയുള്ള ആൾക്കാരായിട്ടാണ് കണക്ഷൻ ഉള്ളത്. റൂട്ടിന് താഴെയുള്ള തൊട്ട് താഴെയുള്ള ചിൽഡ്രനിലേക്കാണ് കണക്ഷൻ ഉള്ളത്. ആ നോഡുകൾ അതിന് താഴെ ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അതിലേക്കായിരിക്കും കണക്ഷൻ ഉണ്ടായിരിക്കുക, മുകളിലേക്കല്ല തിരിച്ച്. ചൈൽഡ് ടു പാരൻ്റ് എന്നുള്ള കണക്ഷൻ നമ്മുടെ ട്രീയിൽ വരുന്നില്ല. പാരൻ്റ് ടു ചൈൽഡ് കണക്ഷനാണ് വരുന്നത്. എന്നാൽ ഈ ബൈനറി ട്രീയിൽ, ത്രെഡഡ് ബൈനറി ട്രീയിൽ നമുക്ക് ചൈൽഡിൽ നിന്ന് പാരൻറ്റിലേക്ക് അങ്ങനെ മുഴുവനായിട്ട് പറയാൻ പറ്റുമെങ്കിലും താഴെ നിന്ന് മുകളിലേക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട്. സാധാരണ ട്രീയിൽ മുകളിൽ നിന്ന് താഴേക്ക് മാത്രമേ കണക്ഷൻ ഉള്ളൂ. ഇവിടെ താഴെ നിന്ന് മുകളിലേക്കും കൂടി കണക്ഷൻ വരുന്ന രീതിയിലാണ് ത്രെഡഡ് ബൈനറി ട്രീയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ത്രെഡ്സ് എന്ന് പറയുന്ന എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച്, കുറച്ച് കാര്യമൊന്നും പറയാനില്ല, പോയിൻറ്റേഴ്സ് തന്നെയാണ്. പോയിൻ്റർ ഉപയോഗിച്ച് നമ്മൾ താഴെയുള്ള നോഡുകളെ മുകളിലുള്ള നോഡുകളായിട്ടും തമ്മിൽ കണക്ഷൻ, അത് ഏത് നോഡായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ പറയുന്നുണ്ട്. നമ്മൾ ഇനോർഡർ സക്സസർ, ഇനോർഡർ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അതായത് നമ്മൾ ലെഫ്റ്റ് റൂട്ട് നോഡ്, റൈറ്റ് എന്ന രീതിയിൽ നമ്മളൊരു നോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോവും. ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ലെഫ്റ്റ് ഇനി പോകാനില്ലെങ്കിൽ ആ നോഡിനെ പ്രോസസ്സ് ചെയ്യും. അത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ റൈറ്റിൽ പോവും, പിന്നെ അതിൻ്റെ ലെഫ്റ്റിലേക്ക് തന്നെ പോവുക. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു നോഡ് അതിൻ്റെ നോഡ് എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ലെഫ്റ്റ് എടുത്തു, പിന്നെ ആ നോഡിനെ എടുത്തു, പിന്നെ അതിൻ്റെ റൈറ്റ് എടുക്കുന്നു. അതാണ് ഇൻഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പ്രഷൻ ട്രീയിലൊക്കെ ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് എക്സ്പ്രഷൻ ഇൻഫിക്സ് ഫോമിൽ കിട്ടും. പിന്നെ അതേപോലെ ഒരു BSTയിലാണെങ്കിൽ ഇൻഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡറിൽ ആൽഫബറ്റ് മീൻസ് ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് വാല്യൂസ് ഇപ്പോൾ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ABCD ആ ഫോർമാറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു C എന്നൊരു റൂട്ട് ഉണ്ടെങ്കിൽ സിൻ്റെ ലെഫ്റ്റിൽ മുഴുവൻ സിയുടെക്കാളും ചെറുത്, അതായത് Aയും Bയും മാത്രമേ ഉണ്ടാവുള്ളൂ. സിയുടെ റൈറ്റിൽ മുഴുവൻ D മുതൽ Z വരെയുള്ള ആരോടും ഉണ്ടാവാം. ആ രീതിയിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്തായാലും ഒരു ഓർഡറിൽ കിട്ടാനാണ് നമ്മൾ ഇൻഓർഡർ ട്രാവേഴ്സൽ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക എപ്പോഴും. ട്രീ എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡ്യൂളിൽ ഏത് പഠിക്കുമ്പോഴും ഈ ട്രാവേഴ്സൽസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഒന്ന് റിവേഴ്സ് ചെയ്ത് വയ്ക്കുക. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഈ ത്രെഡ്സ് എന്ന് പറയുന്നത് താഴെയുള്ള നോഡെന്ന് പറഞ്ഞു. അപ്പോൾ താഴെയുള്ള നോഡെന്ന് പറഞ്ഞാൽ എല്ലാ താഴെയുള്ള നോഡും അല്ല. ലീഫ്, അത് നമുക്ക് പ്രത്യേകതയുണ്ട്. നമുക്ക് 2 തരത്തിലുള്ള ത്രെഡഡ് ബൈനറി ട്രീ ഉണ്ട്. ഇപ്പോൾ സിംഗിൾ ത്രെഡഡ് ബൈനറി ട്രീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ റൈറ്റ് ചൈൽഡ് ഇല്ലാത്ത നോഡുകളെയാണ് നമ്മൾ എടുക്കുന്നത്. റൈറ്റ് ചൈൽഡ്, അതായത് റൈറ്റ് പോയിൻ്റർ നള്ളായിട്ടുള്ള നോഡുകളെയാണ് നമ്മൾ ഈ ത്രെഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള താഴെയുള്ള നോഡുകളിൽ നിന്ന് മുകളിലുള്ള നോഡുകളിലേക്കായിരിക്കും കണക്ഷൻ ഉണ്ടായിരിക്കുക.
അതപ്പോൾ ഏത് മുകളിലുള്ള നോഡാണെന്ന് പറഞ്ഞാൽ തൊട്ട് പാരൻറ്റോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഇനോർഡർ സക്സസറാണ്. അപ്പോൾ ഇനോർഡറിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു നോഡിലേക്ക് എത്തി, ആ നോഡിൻ്റെ റൈറ്റ് ചൈൽഡ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതിൻ്റെ ആ റൈറ്റ് പോയിൻ്റർ നമുക്ക് ഉപയോഗിക്കാം ത്രെഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ത്രെഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരുടെ ത്രെഡ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരിലേക്കാണ് കണക്ഷൻ പോകുന്നതെങ്കിൽ ഇപ്പോൾ ഈ നോഡ് കഴിഞ്ഞ് അടുത്ത ഈ നോഡിൽ ഏത് നോഡാണ് വരിക, ആ നോഡിൻ്റെ അഡ്രസ്സാണ് ഇതിൻ്റെ റൈറ്റ് പോയിൻ്ററിൽ നമ്മൾ വെക്കുക. ഓക്കെ, അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പല ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി ഏതൊരു നോഡ് എടുക്കുമ്പോഴും ഇപ്പോൾ ലീഫാണെങ്കിൽ കൂടി ലീഫിന് ലെഫ്റ്റിലും റൈറ്റിലും ആരുമില്ല, പോയിൻറ്റേഴ്സ് നള്ളായിരിക്കും. എങ്കിൽ കൂടി അതിനൊരു മെമ്മറി അലോക്കേഷൻ നടത്തണം. ഇപ്പോൾ ഒരു നോഡ് എടുക്കുമ്പോൾ അത് നള്ളായിക്കോട്ടെ, നള്ളായാലും കുഴപ്പമൊന്നുമില്ല, വാലിഡ് ആയിട്ടുള്ള അഡ്രസ്സ് ആയാലും കുഴപ്പമില്ല. അതിന് ഒരു ലെഫ്റ്റ് പോയിൻ്റർ ഉണ്ട്, ഒരു ഡേറ്റ പാർട്ട് ഉണ്ട്, ഒരു റൈറ്റ് പോയിൻ്ററും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മെമ്മറി കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഡേറ്റ വെച്ചിട്ടുണ്ട്, പക്ഷേ അതിന് ലെഫ്റ്റും റൈറ്റും നള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ടത് ഉപയോഗശൂന്യമാണ്. അപ്പോൾ ആ മെമ്മറിയും കൂടി യൂട്ടിലൈസ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശമുണ്ട്, സ്പേസ് യൂട്ടിലൈസേഷൻ. അപ്പോൾ അങ്ങനെ മാത്രം വെറുതെ അതിലേക്കൊരു അഡ്രസ്സ് വെച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഗുണമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇനോർഡർ ട്രാവേഴ്സൽസ് ഏത് നമ്മൾ എഴുതുകയാണെങ്കിലും ഏറ്റവും എളുപ്പം നമുക്ക് എഴുതാൻ റിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതും അങ്ങനെ തന്നെയാണ്. പ്രീ ഓർഡർ ആണെങ്കിലും ഇനോർഡർ ആണെങ്കിലും പോസ്റ്റ് ഓർഡർ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് റിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇനോർഡർ എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, റിക്കേഷൻ്റെ ഇനോർഡർ ഓഫ് ഒരു നോഡ് അല്ലേ, റൂട്ടായിരിക്കും ആദ്യം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനോർഡർ ഓഫ് റൂട്ടിനുള്ളിൽ നമ്മൾ എഴുതുക, ആദ്യത്തെ ലൈൻ എഴുതുക, എന്താ എഴുതേണ്ടത്, ഇനോർഡർ ഓഫ് റൂട്ട് ഡോട്ട് ലെഫ്റ്റ് എന്നുള്ളതായിരിക്കും. അതായത് ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിക്കേഴ്സീവായിട്ട് മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ ഏതൊരു റിക്കേഷൻ എടുക്കുകയാണെങ്കിലും, ഏതൊരു ട്രാവേഴ്സൽ എടുക്കുകയാണെങ്കിലും റിക്കേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മളത് ഇനോർഡർ ഓഫ് റൂട്ട് ഡോട്ട് ലെഫ്റ്റ് എന്ന് എഴുതും, അത് പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് നള്ള ആവാത്തത് വരെ കേട്ടോ, ലൂപ്പിനുള്ളിലാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ നള്ള ആവാത്തത് വരെ അത് പോയിക്കൊണ്ടിരിക്കും. നള്ളായി കഴിഞ്ഞാൽ നമ്മൾ നിർത്തും. അത് കഴിഞ്ഞാൽ ഇനോർഡർ ഓഫ് നമ്മൾ ആദ്യം എഴുതി റൂട്ട് ഡോട്ട് ലെഫ്റ്റ് എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലൈൻ എഴുതുന്നു ആ നോഡിനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ സാധാരണ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ സി ഔട്ട് റൂട്ട് ഡോട്ട് ഡേറ്റ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യുന്നു. അടുത്ത തേർഡ് സ്റ്റെപ്പിൽ എഴുതുന്നത് വീണ്ടും ഇനോർഡർ ഓഫ് റൂട്ട് ഡോട്ട് റൈറ്റ് എന്നാണ്. അപ്പോൾ മൂന്ന് സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്നുള്ളൂ. റിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഒരു വലിയ ട്രീ എടുത്ത് എത്ര വലിയ ട്രീ എടുത്ത് കഴിഞ്ഞാലും ഈ 3 സ്റ്റെപ്പിൽ നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നമുക്കത് ചെയ്യേണ്ട പ്രോസസ്സ് വളരെ വലുതാണ്. അപ്പോൾ റിക്കേഷൻ എന്ന് പറഞ്ഞാൽ എഴുതാൻ വളരെ എളുപ്പമാണെങ്കിലും അതിൻ്റെ താഴെയുള്ള പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ പഠിക്കേണ്ടായി ഫസ്റ്റ് മോഡ്യൂളിൽ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി എന്നുള്ള 2 കാര്യങ്ങൾ. അതിൽ സ്പേസിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്പേസ് എടുക്കുന്നത് വർക്കിംഗ് ടൈമിൽ എടുക്കുന്ന സ്പേസാണ്. അത് എൻവിറോൺമെൻറ്റൽ സ്റ്റാക്ക് സ്പേസ് എന്നൊക്കെ നമ്മൾ പറയുണ്ടായി. അപ്പോൾ റിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാക്ക്, ഇപ്പോൾ ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറെ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ സ്റ്റാക്കാണ് ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ പറയുണ്ടായി. റിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെയാണ്, ഒരേ ഫംഗ്ഷൻ തന്നെയാണെങ്കിലും അതിൻ്റെ വേറെ ഇൻസ്റ്റൻസുകളെ കോൾ ചെയ്യുകയാണ്. അപ്പോൾ അവിടെയും നമുക്ക് സ്റ്റാക്ക് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിക്കേഷനും അതുപോലെ സ്റ്റാക്ക് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം എഴുതാനോ അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. സ്പേസ് ആണെങ്കിലും ടൈം ആണെങ്കിലും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നൊരു സംഗതിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒഴിവാക്കാം. നമുക്ക് എപ്പോഴും റിക്കേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണെങ്കിൽ കൂടി നമ്മളതിനെ എപ്പോഴും ലാവിഷായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മുടെ അൽഗോരിതം അത്ര അല്ലെങ്കിൽ പ്രോഗ്രാം അത്ര ബെസ്റ്റ് ആവില്ല. കാരണം ഈ റിക്കേഷനിൽ ഈ പറയുന്ന കോംപ്ലക്സിറ്റീസ് വളരെയധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിക്കേഷൻ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത്യാവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുക. അല്ല എപ്പോഴൊക്കെ റിക്കേഷന് പകരം നമുക്ക് ലൂപ്പുകൾ ഉപയോഗിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ ലൂപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇവിടെ അത് നമ്മൾ ട്രാവേഴ്സൽ നടത്തുമ്പോൾ എങ്ങനെ റിക്കേഷൻ ഒഴിവാക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ സ്റ്റാക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇത് നമ്മൾ വേറെ പ്രോഗ്രാം എഴുതണം. അപ്പോൾ അത് രണ്ടും അങ്ങനെയുള്ള കോംപ്ലക്സിറ്റീസ് ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടലി നമുക്ക് റിക്കേഷനും ഇതും മാറ്റി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ലൂപ്പ് മാത്രം ഉപയോഗിച്ച് എഴുതാൻ പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേഷൻ ആവും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും റിക്കേഷനിലേക്ക് പോകാൻ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വർക്ക് കൂടുതലാണെങ്കിലും അതിനെ ലൂപ്പ് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ റിക്കേഷനിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ ചെറിയൊരു ഭാഗം എവിടെയെങ്കിലും നമ്മൾ സഹിക്കണം. അപ്പോൾ നമ്മൾ ഇനോർഡർ ചെയ്യുമ്പോൾ നമുക്ക് സഹിക്കേണ്ട, നമ്മൾ ലൂപ്പ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ ആ ഇൻസർഷൻ സമയത്ത് നമ്മളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഈ ത്രെഡഡ് ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് റൈറ്റ് ചൈൽഡ് ഇല്ല എങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഇനോർഡർ സക്സസർ ആരാണോ അയാളുടെ വാല്യൂയും കൂടി ഇതിലേക്ക് വെക്കണം. അല്ലെങ്കിൽ ഒരു നോഡ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ നോഡ് വേറൊരു നോഡിൻ്റെ ഇനോർഡർ സക്സസർ ആണെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ് എടുത്ത് അതിൻ്റെ റൈറ്റ് ചൈൽഡിലേക്ക്, അതിൻ്റെ റൈറ്റ് ചൈൽഡ് നള്ളായിരിക്കും, അതിലേക്ക് നമ്മൾ വെക്കണം. ആ രീതിയിലാണ് നമ്മൾ
കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കോംപ്ലക്സിറ്റീസ് നമുക്ക് ഒരു പരിധി വരെ ഇൻ ഓർഡറിൽ കുറയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്കതിൽ കുറച്ച് സാധാരണ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് പോലെ വളരെ ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊരു വർക്ക് നമ്മൾ അവിടെയും ചെയ്യേണ്ടതുണ്ട്. എന്നാലും നമുക്ക് റിക്കേഷൻ ഒഴിവാക്കാം, അല്ലെങ്കിൽ സ്റ്റാക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഗുണം ഉണ്ടെങ്കിൽ കൂടി ഇൻസേർഷൻ വേറൊരു പ്രോസസ്സ്, ഇൻസേർഷൻ എന്നുള്ള പ്രോസസ്സ് കുറച്ച് ടഫായി മാറുമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ റിക്കേഷൻ്റെ ബാധ്യതകൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ അൽഗോരിതം അല്ലെങ്കിൽ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ത്രെഡഡ് ബൈനറി ട്രീ നമുക്ക് ഉപയോഗിക്കാം. എപ്പോഴും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് തോന്നുന്ന സന്ദർഭത്തിലാണെങ്കിൽ നമുക്ക് അത് വളരെ എഫക്റ്റീവായിട്ട് ത്രെഡ് ബൈനറി ട്രീ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ത്രെഡ് ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ ത്രെഡ്സ് കണക്ട് ചെയ്യുന്നത് താഴേന്ന് മുകളിലേക്കാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ഷൻ ഉണ്ട്. താഴേന്ന് ഉള്ള നോഡുകളിനെ മുകളിലേക്കാണ് കണക്ട് ചെയ്യുക. മുകളിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴെയുള്ള നോഡുകളെന്ന് പറഞ്ഞാൽ എല്ലാ നോഡുകളല്ല, നമ്മൾ സിംഗിൾ ത്രെഡഡും ഡബിൾ ത്രെഡഡും ആയിട്ടുള്ള ബൈനറി ട്രീസ് ഉണ്ട്. എന്തിലാണെങ്കിലും എംപ്റ്റി പോയിൻറ്റേഴ്സ് ഉള്ളത്. ഇപ്പോൾ സിംഗിൾ ത്രെഡഡ് ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് പോയിൻറ്ററിനെ എല്ലാം ഉപയോഗിക്കുക, റൈറ്റ് പോയിൻറ്ററിനെ ഉപയോഗിക്കുക. ഡബിൾ ത്രെഡഡിൽ രണ്ടിനെയും ഉപയോഗിക്കും. അപ്പോൾ എന്താണെങ്കിലും നള്ളായിട്ടുള്ള, അതായത് ലീഫോ ആയിരിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ചൈൽഡ് ഇല്ലാത്ത നോഡ് ഉണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് അതിൻ്റെ റൈറ്റ് പോയിൻറ്ററിലാണ് അതിൻ്റെ ഇൻ ഓർഡർ സക്സസറിൻ്റെ അഡ്രസ്സ് നമ്മൾ വയ്ക്കുക. ഓക്കെ, അപ്പോൾ റൈറ്റ് ചൈൽഡ് ഇല്ലാത്ത ഒരു നോഡ് അതിൻ്റെ ഇൻ ഓർഡർ സക്സസറിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. സങ്കല്പിക്കാവുന്ന പോയിൻ്റർ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കണക്ഷനായി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങോട്ടുള്ള ബാക്കിലേക്കുള്ളതിനെ നമ്മൾ ഒരു ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ്, ഡാഷ്ഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുക. മുകളിൽ താഴേക്ക് സോളിഡ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നത് പോലെയല്ല, താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ്, ഡാഷ്ഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ത്രെഡ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എംപ്റ്റി ആയിട്ടുള്ള സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യുക, റിക്കേഷൻ എന്നുള്ള കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്റ്റാക്ക് ഉപയോഗിച്ചുള്ളതിനെ ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ലൂപ്പുകൾ ഉപയോഗിച്ച് എഴുതുക. അതിൻ്റെ ചെറിയൊരു കോംപ്ലിക്കേഷൻ വേറൊരു സ്ഥലത്ത് ഇൻസേർഷനിലും ഡിലീഷനിലൊക്കെ വരുന്നു മാത്രം. ഓക്കെ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇൻ ഓർഡർ എന്നുള്ള ആ ഒരു പ്രോസസ്സ് മാത്രം നോക്കുമ്പോൾ അതിനെ എളുപ്പമാക്കുക എന്ന് മാത്രം. അതിൻ്റെ കോംപ്ലക്സിറ്റി തൊട്ടപ്പുറത്തേക്ക് വരും, എന്നാലും നമുക്കതിനെ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രം, എല്ലാ സ്ഥലത്തും അല്ല, എല്ലാ ബൈനറി ട്രീനെയും മാറ്റിയിട്ട് ത്രെഡഡ് ബൈനറി ട്രീ ആക്കല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ട്രാവേഴ്സലുകളിലാണ്. ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഇൻസേർഷനും ഡിലീഷനൊക്കെ വരുന്നുള്ളൂ എങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം സഹിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇൻസേർഷൻ ഡിലീഷനും ട്രാവേഴ്സലും ഒക്കെ വരുന്ന സ്ഥലത്ത് ത്രെഡഡ് ബൈനറി ട്രീ നമുക്ക് വെച്ചതുകൊണ്ട് നമുക്ക് ഉപകാരം വരുന്നില്ല. എന്നാൽ ആദ്യം തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു, വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല, അങ്ങനത്തെ ട്രീ ആണ്, നമുക്കധികം ട്രാവേഴ്സലുകളാണ് ചെയ്യേണ്ടത് എങ്കിലൊക്കെ നമുക്ക് വളരെയധികം ഉപകാരമാണ് ഈ ഒരു ത്രെഡഡ് ബൈനറി ട്രീ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ദ ഐഡിയ ഓഫ് ദ ത്രെഡഡ് ബൈനറി ട്രീ ഈസ് ടു മേക്ക് ഇൻ ഓർഡർ ട്രാവേഴ്സൽ ഫാസ്റ്റർ ആൻഡ് ഡു ഇറ്റ് വിത്തൗട്ട് സ്റ്റാക്ക് ആൻഡ് വിത്തൗട്ട് റിക്കേഷൻ. അപ്പോൾ ഇൻ ഓർഡർ ട്രാവേഴ്സൽ ചെയ്യുമ്പോൾ അത് കൂടുതൽ സ്പീഡാവും. അതായത് നമുക്ക് ഈ റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈമും അതുപോലെ സ്പേസും കൺസ്യൂം ചെയ്യുന്നൊരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അത് ഒഴിവാക്കി ലൂപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. A binary tree is made threaded by making all right child pointers that would normally be null. നള്ളായതിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. പോയിന്റ് ടു ദ ഇൻ ഓർഡർ സക്സസർ ഓഫ് ദ നോഡ്. അതുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് എക്സിസ്റ്റ്, ലാസ്റ്റ് ആണെങ്കിൽ ഉണ്ടാവില്ല, അപ്പോൾ അത് നമ്മൾ എടുക്കില്ല. അപ്പോൾ റൈറ്റ് ചൈൽഡ് പോയിൻറ്റേഴ്സ് ആരുടെയാണ് നള്ളായിരിക്കുന്നത്, ആ പോയിൻ്ററിൽ നമ്മൾ ആ നോഡിൻ്റെ ഇൻ ഓർഡർ സക്സസറിൻ്റെ അഡ്രസ്സ് നമ്മൾ വയ്ക്കുക. അപ്പോൾ ഇൻ ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു നോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അടുത്ത നോഡിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ റിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ തിരിച്ച് മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അതിൻ്റെ പാരൻറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് പോകാൻ പറ്റും. അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്, സിംഗിൾ ത്രെഡഡ് ഉണ്ട്, ഡബിൾ ത്രെഡഡ് ഉണ്ട്. സിംഗിൾ ത്രെഡഡ് നമ്മൾ പറഞ്ഞു റൈറ്റ് പോയിൻറ്റേഴ്സിനെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അതിൽ ഇൻ ഓർഡർ സക്സസറിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഡബിൾ വരുമ്പോൾ നമുക്കറിയാം രണ്ടിനെയും ഉപയോഗിക്കും, എംപ്റ്റി ആയിട്ടുള്ള ലെഫ്റ്റ് ചൈൽഡ് പോയിൻ്ററിനെ ഉപയോഗിക്കും, റൈറ്റ് ചൈൽഡ് പോയിൻ്ററിനെ ഉപയോഗിക്കും. റൈറ്റ് ചൈൽഡ് ആസ് യൂഷ്വൽ അതിൻ്റെ ഇൻ ഓർഡർ സക്സസറിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുന്നുണ്ടാവുക. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻ ഓർഡർ പ്രിഡിസിസർ, അതിന് തൊട്ട് മുന്നേ വരുന്നത്. ഈ നോഡിന് തൊട്ട് മുന്നേ ആരാണോ ഇൻ ഓർഡറിൽ വരുന്നത് അയാളിലേക്ക് പോയിൻ്റ് ചെയ്യും. സക്സസർ എന്ന് പറഞ്ഞതിന് ശേഷമുള്ളത്, പ്രിഡിസർ എന്ന് പറഞ്ഞതിന് മുമ്പുള്ളത്. അപ്പോൾ ഇൻ ഓർഡറിൽ ഒരു നോഡിന് മുമ്പ് വരുന്നതിലേക്ക് ലെഫ്റ്റ് പോയിൻ്ററും അതിന് ശേഷം വരുന്നതിലേക്ക് റൈറ്റ് പോയിൻ്ററും പോയിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏത് ത്രെഡാണെങ്കിലും നമ്മൾ ഡോട്ടഡ് ലൈൻ അല്ലെങ്കിൽ ഡാഷ്ഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് കാണിക്കുക. ഇവിടെ താഴെ നമുക്ക് കാണാം, ഇതൊരു സിംഗിൾ ത്രെഡഡ് ആണ്. സിംഗിൾ ത്രെഡഡിൽ
നമ്മൾ ഇൻ ഓർഡർ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ 6ലേക്ക് എത്തി, ലെഫ്റ്റിലേക്ക് പോയി 3ലേക്ക് എത്തി, 3ൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി 1ലേക്ക് എത്തി, 1ൽ നിന്ന് ലെഫ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് 1നെ പ്രോസസ് ചെയ്തു. ഇനി അടുത്തതിൻ്റെ റൈറ്റിലേക്ക് പോയി, പക്ഷേ റൈറ്റിലൊന്നുമില്ല, തിരിച്ച് നമ്മൾ 3ലേക്കാണ് പോവുക. അപ്പോൾ 3യുടെ ലെഫ്റ്റ് കഴിഞ്ഞതുകൊണ്ട് 3നെയാണ് അധികം അടുത്തത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ 1 കഴിഞ്ഞാൽ അടുത്ത സക്സസർ ആരാ? 1ൻ്റെ ഇൻ ഓർഡർ സക്സസർ ആരാ? 3 ആണ്. അപ്പോൾ 1ൻ്റെ റൈറ്റ് ചൈൽഡ് ഫ്രീ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 1ൻ്റെ റൈറ്റിൽ 3യുടെ അഡ്രസ്സ് വയ്ക്കും. അതാണ് 1ൽ നിന്ന് 3ലേക്ക് കാണുന്ന ആ ഡാഷ്ഡ് ലൈൻ. ഓക്കെ. ഇനി അടുത്ത് 3 കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് 5ലേക്കാണ് നമ്മൾ പോവുക. 5ൽ പോയി കഴിഞ്ഞാൽ 5ൻ്റെ ലെഫ്റ്റിൽ ആരും ഇല്ല, അപ്പോൾ 5നെ പ്രോസസ് ചെയ്തു. റൈറ്റിൽ പോയി, റൈറ്റിൽ ആരും ഇല്ല, അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ 6ലേക്കാണ് പോവുക. 6ൻ്റെ ലെഫ്റ്റ് മുഴുവൻ കഴിഞ്ഞതുകൊണ്ട് 6നെ പ്രോസസ് ചെയ്യും. അപ്പോൾ 5 കഴിഞ്ഞാൽ അടുത്ത ഇൻ ഓർഡറിൽ വരുന്ന ആൾ 6 ആണ്. അതായത് 5ൻ്റെ ഇൻ ഓർഡർ സക്സസർ 6 ആയതുകൊണ്ട് 5ൽ നിന്ന് 6ലേക്ക് ഒരു ത്രെഡ് നമ്മൾ വയ്ക്കും. 5ൻ്റെ റൈറ്റ് പോയിൻ്റിലാണ് നമ്മൾ വയ്ക്കുക. സിംഗിൾ ത്രെഡഡ് ആയതുകൊണ്ട് റൈറ്റ് പോയിൻ്റർ. ഇനി അതേപോലെ തന്നെ 8 വന്നു. അടുത്തത് 8ൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി 7 വന്നു. 7ൻ്റെ ലെഫ്റ്റിലേക്ക് പോയി ആരുമില്ല, അപ്പോൾ 7നെ പ്രോസസ് ചെയ്തു. അതിനുശേഷം റൈറ്റിൽ പോയി, റൈറ്റിലും ആരുമില്ലാത്തതുകൊണ്ട് 8ലേക്ക് പോയി. അപ്പോൾ 8ൻ്റെ ലെഫ്റ്റ് മുഴുവൻ കഴിഞ്ഞു, ഇനി 8നെ പ്രോസസ് ചെയ്യും. അപ്പോൾ 7 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 8 ആണ്. അപ്പോൾ 7ൻ്റെ റൈറ്റിൽ നമ്മൾ 8ൻ്റെ അഡ്രസ്സ് സേവ് ചെയ്യും. അടുത്തത് 8ൽ നിന്ന് 11ലേക്ക് പോയി, 11ൽ നിന്ന് 9ലേക്ക് പോയി. 9ൻ്റെ ലെഫ്റ്റിൽ ആരുമില്ല, 9നെ പ്രോസസ് ചെയ്തു. റൈറ്റിൽ പോയി ആരുമില്ല, തിരിച്ച് 11ലേക്ക് പോയപ്പോൾ 11ൻ്റെ ലെഫ്റ്റ് മുഴുവൻ കഴിഞ്ഞു, ഇനി 11നെ പ്രോസസ് ചെയ്യണം. അപ്പോൾ 9 കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 11 ആണ്. അപ്പോൾ 9ൻ്റെ റൈറ്റിൽ 11ൻ്റെ അഡ്രസ്സ് വെച്ചു. അതിനുശേഷം 11ൽ നിന്ന് നമ്മൾ 13ലേക്ക് പോയി. 13 ലെഫ്റ്റിൽ നോക്കി ആരുമില്ല, റൈറ്റിൽ നോക്കി ആരുമില്ല, തിരിച്ച് 11ലേക്ക് പോയി, 8ലേക്ക് പോയി, 6ലേക്ക് പോയി. പക്ഷേ ഇനി ആരുമില്ല, 13 ലാസ്റ്റ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ 13ൻ്റെ റൈറ്റിൽ ആരെയും വയ്ക്കാനില്ല. അതാണ് ഇഫ് എക്സിസ്റ്റ് എന്നുള്ളൊരു ക്ലോസ് നമ്മൾ വെച്ചത്. ഇപ്പോൾ ലാസ്റ്റ് ഇൻ ഓർഡറിൻ്റെ ലാസ്റ്റ് നോഡാണെങ്കിൽ അതിൻ്റെ ഇൻ ഓർഡർ സക്സസർ ആരുമില്ല. അതുപോലെ ഡബിൾ ത്രെഡഡിലാണെങ്കിൽ ഇൻ ഓർഡർ പ്രൊഡ്യൂസർ. അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ 1നെ, ഇപ്പോൾ ഈ ഒരു കേസിൽ 1 ആണ് ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ 1ന് മുമ്പ് ഉണ്ടാവാൻ ആരുമില്ല. അപ്പോൾ ഡബിൾ പോയിൻ്റർ ഉള്ള സമയത്ത്, ഡബിൾ ത്രെഡ് ഉള്ള സമയത്ത് 1ൻ്റെ ലെഫ്റ്റിലേക്ക് നമുക്ക് ആരും ഉണ്ടാവില്ല. അതുപോലെ 13ൻ്റെ റൈറ്റിൽ ആരും ഉണ്ടാവില്ല, 13ൻ്റെ ലെഫ്റ്റിൽ ഉണ്ടാവും ഡബിൾ ത്രെഡഡിൽ. ഓക്കെ. അപ്പോൾ ആദ്യത്തേൻ്റെ പ്രൊഡ്യൂസർ ആരുമില്ല, അപ്പോൾ അതുകൊണ്ട് അത് നല്ലതായിരിക്കും. അവസാനത്തിൻ്റെ സക്സസർ ആരുമില്ല, അപ്പോൾ അതിൻ്റെ റൈറ്റ് നല്ലതായിരിക്കും. ഇനി നമുക്കതിൻ്റെ എങ്ങനെയാണ്, അപ്പോൾ ഒരു നമ്മുടെ ജാവയിലോ അല്ലെങ്കിൽ C++ലോ ആണെങ്കിൽ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, നമുക്കറിയാം. അതിൽ നമ്മൾ സാധാരണ വയ്ക്കുക ഡേറ്റ, അതിനുള്ള പാർട്ട് വയ്ക്കും. അതേപോലെ ആ ക്ലാസ്സിൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ ഇൻസ്റ്റൻസുകളാണ് നമ്മൾ വയ്ക്കുക, പോയിൻ്ററുകളാണ് വയ്ക്കുക. ഇനി അത് കൂടാണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു ഫീൽഡും കൂടി നമ്മൾ വെക്കുകയാണ്. അതൊരു ബൂളിയൻ ഫീൽഡാണ് വയ്ക്കുന്നത്, റൈറ്റ് ത്രെഡ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ സിംഗിൾ ത്രെഡഡ് ട്രീയുടെ കാര്യം മാത്രമേ പറഞ്ഞത്, അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. രണ്ടും ഒരേപോലെ തന്നെ, സംഗതിയൊക്കെ ഒന്ന് തന്നെ. റൈറ്റ് ത്രെഡ് എന്ന് പോലെ ലെഫ്റ്റ് ത്രെഡ് എന്ന് വെച്ചാലും മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതിൽ. അപ്പോൾ ബൂളിയൻ ഉപയോഗിക്കാൻ കാരണം അത് ഉണ്ടോ ഇല്ലയോ, ത്രെഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ മാത്രം. ഓക്കെ. ആ ത്രെഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് പോയിൻ്ററിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യാം. റൈറ്റ് പോയിൻ്റർ ആക്സസ് ചെയ്താലേ അതിൻ്റെ അഡ്രസ്സ് കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെടുക്കുന്നു നോക്കാം. അല്ലെങ്കിൽ റൈറ്റ്, ആ നോഡിൻ്റെ റൈറ്റ് നള്ളാണോ ഇല്ലെന്ന് ചെക്ക് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. രണ്ടും ശരി തന്നെയാണ്. അപ്പോൾ എക്സ്ട്രാ നമ്മൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം, ത്രെഡ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു ബൂളിയൻ ഫീൽഡും കൂടി വെച്ചു. ഇപ്പോൾ സിംഗിൾ ത്രെഡഡ് ആയതുകൊണ്ട് റൈറ്റ് ത്രെഡ് എന്നുള്ള ഒരു ബൂളിയൻ ഫീൽഡ് മാത്രമാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ആസ് യൂഷ്വൽ, ഡേറ്റ ലെഫ്റ്റ് റൈറ്റൊക്കെ ആസ് യൂഷ്വൽ. ഒരു എക്സ്ട്രാ ട്രൂ ഓർ ഫോൾസ് പറയുന്ന, റൈറ്റ് ത്രെഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, നള്ളാണോ ഇല്ലേ എന്ന് പറയുന്ന ഒരു ഫീൽഡ് മാത്രം നമ്മൾ വയ്ക്കുന്നു. ഇനി നമുക്ക് നോക്കാം, നമ്മൾ എൻ്റെ ഇൻസെർഷൻ ഡിലീഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഈ ഒരു സൈഡ് നമുക്ക് ഗുണമുള്ളപ്പോൾ മറ്റേ സൈഡ് ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ നോഡും ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിൻ്റെ ബൂളിയൻ വാല്യൂ സെറ്റ് ചെയ്യണം. അതേപോലെ റൈറ്റ് ചൈൽഡ് നള്ളാണെങ്കിൽ ഇൻ ഓർഡർ സക്സസറിനെ അതിലേക്ക് വെക്കണം. അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. ഡിലീറ്റ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറും. അപ്പോൾ അതിനനുസരിച്ച് വേറെ പല നോഡുകളുടെയും ഇൻ ഓർഡർ സക്സസറിലേക്ക് മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഇൻ ഓർഡർ റിവേഴ്സലിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. അപ്പോൾ നമ്മളത് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് ലെഫ്റ്റ് മോസ്റ്റ് നോഡ് കണ്ടുപിടിക്കാൻ, അതായത് എപ്പോഴും ലെഫ്റ്റ് മോസ്റ്റ് നോഡിലേക്കാണല്ലോ നമ്മൾ പോവുക ഇൻ ഓർഡറിൽ. ലെഫ്റ്റ് ഇല്ലെങ്കിൽ മാത്രമാണ് ആ നോഡിനെ പ്രോസസ് ചെയ്യുള്ളൂ. പിന്നെ റൈറ്റിലേക്ക് പോയി അവിടെയും ലെഫ്റ്റ് മോസ്റ്റിലേക്ക് തന്നെ പോകാം നമ്മൾ. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം സാധാരണ പോലെ ഒരു നോഡ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോകും. ലെഫ്റ്റ് എവിടെയാണ് നള്ളാവുന്നത് അവിടെ നിർത്തുക. എന്താണ് നള്ളാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, അല്ല എങ്കിൽ എന്നിൻ്റെ ലെഫ്റ്റ് നള്ളാവുന്നത് വരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഇൻ ഓർഡറാണ്. സാധാരണ നമ്മൾ ഇൻ ഓർഡർ എഴുതാൻ ഞാൻ പറഞ്ഞു 3 സ്റ്റെപ്പ് എഴുതുന്നുണ്ട്. ഒന്ന് ഇൻ ഓർഡർ ഓഫ് ലെഫ്റ്റ്,
ആ നോഡിനെ പ്രോസസ്സ് ചെയ്യുക. അടുത്തത് ഇൻ ഓർഡർ ഓഫ് റൈറ്റ് എന്നുള്ള റിക്കേഴ്സീവ് കോൾ, 2 റിക്കേഴ്സീവ് കോളുകളെ ആവശ്യമുള്ളൂ. എന്നാൽ റിക്കേഷൻ ഒഴിവാക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ത്രെഡ് ബൈനറി ട്രീയിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് മോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റൂട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് നോഡിലെത്തിയാലും അതിനെ ലെഫ്റ്റ് കണ്ടുപിടിക്കുക, ലെഫ്റ്റ് മോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യത്തെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 6ലേക്കാണ് നമ്മൾ എത്തിയത്. 6ൽ നിന്ന് 3, 1, 5 അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ 6ലേക്ക് എത്തിയവിടെ നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് കണ്ടുപിടിച്ചു. 6ൻ്റെ ലെഫ്റ്റ് 3, 3യുടെ ലെഫ്റ്റ് 1, 1 ലെഫ്റ്റിൽ ആരും ഇല്ലാത്തതുകൊണ്ട് 1 ആണ് ലെഫ്റ്റ് മോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റ് മോസ്റ്റ് ആണ് CURലുള്ളത്. CURൽ നമ്മൾ 1ൻ്റെ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ 1 നള്ളല്ലാത്ത അടുത്തോളം കാലം, അതായത് 1 ഇപ്പം നള്ളല്ല, നമുക്ക് ആ ലൂപ്പിൽ പോകാനുണ്ട്, നമുക്ക് കാണാം. 1 അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ റൈറ്റ് ത്രെഡ് നമ്മൾ ബൂളിയൻ വാല്യൂ ആണ് നമുക്കറിയാം. അപ്പോൾ ഇഫ് CUR ഡോട്ട് റൈറ്റ് ത്രെഡ്, അപ്പോൾ റൈറ്റ് ത്രെഡ് ട്രൂ ആണെങ്കിൽ അതിൽ റൈറ്റ് പോയിൻ്റർ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻ ഓർഡർ സക്സസറിനെ കിട്ടും. അപ്പോൾ നമ്മൾ കയറിയ ഉടനെ തന്നെ 1 വെച്ചിട്ട് ഈ ലൂപ്പിനുള്ളിൽ, വൈൽ ലൂപ്പിനുള്ളിൽ കയറിയ ഉടനെ തന്നെ 1നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഡോട്ട് നിങ്ങൾ ജാവ പഠിച്ചപ്പോൾ പഠിച്ചു അല്ലേ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ലെങ്കിൽ പ്രിൻ്റ് എല്ലാം എന്നൊക്കെയാണ് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഡേറ്റ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 1നെ നമ്മൾ ഓൾറെഡി പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം 1ൻ്റെ റൈറ്റ് ത്രെഡ് നോക്കി. റൈറ്റ് ത്രെഡ് സാധാരണ രീതിയിൽ ഉണ്ടാവും, കാരണം 1 3ലേക്ക് ഇൻ ഓർഡർ സക്സസറിലേക്ക് പോയിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, CUR ഡോട്ട് റൈറ്റ് പോയിൻ്റർ തന്നെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ത്രെഡ് എന്നുള്ളത് ജസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് മാത്രം അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ബൂളിയൻ വാല്യൂ ആണ്. നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ റൈറ്റ് എടുക്കുക തന്നെ വേണം. റൈറ്റും ലെഫ്റ്റുള്ള പോയിൻറ്റേഴ്സ് ആക്സസ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ CUR ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ CURൻ്റെ റൈറ്റിലേക്ക് പോയി. റൈറ്റിലാരുള്ളത്, റൈറ്റ് സാധാരണ രീതിയിൽ നള്ളാവേണ്ടതാണ്. ബൈനറി ത്രെഡഡ് ട്രീ ആയതുകൊണ്ട്, സിംഗിൾ ത്രെഡഡ് ട്രീ ആയതുകൊണ്ട് നമുക്ക് സിംഗിളല്ല ഡബിൾ ആണെങ്കിലും ശരി അതിൻ്റെ റൈറ്റ് പോയിൻ്ററിൽ എന്തുണ്ട്, 3യുടെ അഡ്രസ്സ് ഉണ്ട് അല്ലേ. 1 കഴിഞ്ഞാൽ അടുത്തത് വരേണ്ടത് 3 ആണ്. അപ്പോൾ 1ൻ്റെ റൈറ്റിലുള്ളത് 3യുടെ അഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ 3യുടെ അഡ്രസ്സിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അപ്പോൾ CUR എന്ന് പറഞ്ഞാൽ ഇനി 3യുടെ അഡ്രസ്സായി. എന്നിട്ട് വീണ്ടും ഈ ലൂപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു എൽസ് കേസാണ്. ലൂപ്പിൽ വർക്ക് ചെയ്തു. 3 നള്ളാണോ നോക്കി, അല്ല 3 നള്ളല്ല. അപ്പോൾ 3നെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 1 കഴിഞ്ഞാൽ 3 ആണ് വരേണ്ടത്. നമ്മൾ റിക്കേഷൻ ഒന്നും ഉപയോഗിച്ചില്ല, ലൂപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ 1ൽ നിന്ന് ബാക്ക് ചെയ്ത് 3ലേക്ക് എത്തി. സാധാരണ രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 3യുടെ അഡ്രസ്സ് 1ൻ്റെ റൈറ്റിൽ വെച്ചതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് 3ലേക്ക് തിരിച്ചു പോകാൻ പറ്റി. 3ൽ പോയിട്ട് 3നെ പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം 3ൻ്റെ റൈറ്റ് ത്രെഡ് നോക്കും, അല്ല അല്ലേ, റൈറ്റ് ത്രെഡ് എന്താ അല്ല എന്നുള്ളതല്ല, മീൻസ് ട്രൂ അല്ല, കാരണം 3ൻ്റെ റൈറ്റിൽ ഒരു വാലിഡ് ആയിട്ടുള്ള നോഡുണ്ട്, 5 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇഫ് കേസ് അല്ല വർക്ക് ചെയ്യുക, എൽസ് കേസാണ് വർക്ക് ചെയ്യുക. എൽസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളവിടെ പോയിട്ട് അതിലും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ എൽസ് എന്ത് ചെയ്തു, CUR ലെഫ്റ്റ് മോസ്റ്റ് ഓഫ് CUR ഡോട്ട് റൈറ്റ്. അപ്പോൾ ഇനി അടുത്ത് എടുക്കേണ്ടത് ഏതാണ്, 3 കഴിഞ്ഞ് ഇനി അതിൻ്റെ റൈറ്റിൽ പോയിട്ട് റൈറ്റിൽ ലെഫ്റ്റ് മോസ്റ്റ് വാല്യൂ എടുക്കണം. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഓഫ് CUR ഡോട്ട് റൈറ്റ്. അപ്പോൾ 5ലേക്ക് CUR ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5ൻ്റെ ലെഫ്റ്റ് മോസ്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. 5ൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ഒന്നുമില്ല, 5 തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ നിൽക്കും. ഓക്കെ, ലെഫ്റ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വീണ്ടും ലെഫ്റ്റ് മോസ്റ്റിനെ വിളിച്ചു, അതിനെ CURലേക്ക് ഇട്ടു. ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് CURൽ 5ൻ്റെ അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ CURൻ്റെ ഡേറ്റ 5 നമ്മൾ പ്രിൻറ്റ് ചെയ്തു. അതിൻ്റെ റൈറ്റ് നോക്കും, അതിൻ്റെ റൈറ്റ് എന്താണ്, ശരിയാണ്, അതിൻ്റെ റൈറ്റ് നള്ളാണ്. അപ്പോൾ അതിൻ്റെ റൈറ്റിൽ എന്തുണ്ടായിരിക്കും, ത്രെഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇഫ് കേസാണ് വർക്ക് ചെയ്യുക. 5ൻ്റെ റൈറ്റിൽ ആരാളുള്ളത്, 6ൻ്റെ അഡ്രസ്സാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5ൽ നിന്ന് 6ലേക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോയി CURൻ്റെ റൈറ്റ് അല്ലേ, CURൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ 5ൻ്റെ റൈറ്റ് 6 ആണ്. 6ലേക്ക് പോയി പറഞ്ഞ പോലെ തന്നെ നമ്മൾ 6നെ പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ റൈറ്റ് നോക്കി, അതിൻ്റെ റൈറ്റ് ത്രെഡ് ഇല്ല, റൈറ്റ് ത്രെഡ് അല്ല. 6ൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, 6ൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇവിടെ നമ്മുടെ ഇതിൽ കാണിച്ചതിൽ BST പോലെ തന്നെ ഉണ്ട്, ഓർഡറിലൊക്കെ ഉണ്ട്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, BST വേണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ബൈനറി ഏതൊരു ട്രീയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ജസ്റ്റ് ഒരു BST അവർ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, BSTയിൽ മാത്രമേ ത്രെഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നിയമമൊന്നുമില്ല. ഓക്കെ, BST ആണെങ്കിൽ നമുക്ക് ഇൻ ഓർഡർ ചെയ്യുമ്പോൾ കൃത്യമായ ഓർഡറിൽ കിട്ടുന്നു മാത്രം. ഓക്കെ, BST അല്ലാതെ സാധാരണ ബൈനറി ട്രീയിലും നമുക്ക്
ചെയ്യാം. ഏത് ട്രാവേഴ്സിൽ വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാമെന്ന് മാത്രം. BSTയിൽ ഇൻവെർട്ടർ ചെയ്യുമ്പോൾ കൃത്യമായി നമുക്ക് ഓർഡറിൽ കിട്ടുന്നു മാത്രം. അപ്പോൾ 6ൽ നിന്ന് നമ്മൾ 8ലേക്ക് പോയി. ഇനിയിപ്പോൾ അതിലേക്ക് പോകേണ്ട തോന്നുന്നു, നമുക്ക് ഇവിടുന്ന് കാണാം. 6ൽ നിന്ന് 8ലേക്ക് നമ്മൾ പോയി. അപ്പോൾ അവിടെ പോയി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? 6ൻ്റെ റൈറ്റ് നള്ളല്ലാത്തതുകൊണ്ട് എൽസ് കേസാണ് വർക്ക് ചെയ്യുക. അതായത് 8ൻ്റെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് കണ്ടുപിടിക്കും. അപ്പോൾ 7ലേക്കാണ് നമ്മൾ പോവുക. 7 പ്രിൻ്റ് ചെയ്യും നമ്മൾ. 7 പ്രിൻ്റ് ചെയ്തതിനു ശേഷം 7ൻ്റെ റൈറ്റ് നമ്മൾ നോക്കും. അത് ത്രെഡ് ഉള്ളതുകൊണ്ട് നമ്മൾ 8ലേക്ക് പോവും. 8നെ പ്രിൻ്റ് ചെയ്യും. 8ൻ്റെ റൈറ്റിൽ ത്രെഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 11ൻ്റെ ലെഫ്റ്റ് മോസ്റ്റിലേക്ക് പോവും. 9ലേക്ക് പോവും. 9ൻ്റെ റൈറ്റ് 9 പ്രിൻ്റ് ചെയ്തു. 9നെ റൈറ്റ് ത്രെഡ് ആയതുകൊണ്ട് നമ്മൾ 11ലേക്ക് പോയി. 11നെയും പ്രിൻ്റ് ചെയ്തു. 11ൻ്റെ റൈറ്റിൽ ത്രെഡ് അല്ലാത്തത് കൊണ്ട് 13ൻ്റെ ലെഫ്റ്റ് മോസ്റ്റിലേക്ക് പോയി. പക്ഷേ 13 തന്നെയാണ് ലെഫ്റ്റ് മോസ്റ്റ്. അപ്പോൾ നമ്മുടെ 13 പ്രിൻ്റ് ചെയ്തു. 13ൻ്റെ റൈറ്റിൽ പോയി. 13ൻ്റെ റൈറ്റ് നമുക്ക് ത്രെഡൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് അവിടെ വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ലൂപ്പ് അവസാനിക്കുന്നത്. നമ്മുടെ ലൂപ്പിൽ അത് COR നള്ള് വരും അതിൻ്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ. ഇങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ് നമ്മുടെ ഇൻഓർഡർ ട്രാവേഴ്സിൽ കഴിയുന്നത്. അപ്പോൾ ഈ രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ റിക്കേഷൻ ഇല്ലാതെ, അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ടുള്ളൊരു സ്റ്റാക്ക് ഉപയോഗിക്കാതെ, കോംപ്ലക്സിറ്റീസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ലൂപ്പ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു സൈഡ് ഓക്കെ ആകുമ്പോൾ വേറെ സൈഡ് അതിൻ്റെ ചെറിയൊരു നഷ്ടം സഹിക്കണം. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇൻസേർഷനിലും ഡിലീഷനിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ശ്രദ്ധ ട്രാവേഴ്സുകളിലാണ്. ട്രാവേഴ്സുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ റീഡ് ആൻഡ് റൈറ്റ്, അതായത് നമ്മുടെ റീഡ് റൈറ്റോ അല്ലെങ്കിൽ ഡിലീറ്റോ ഇൻസേർഷൻ ഡിലീഷനൊക്കെ വളരെ റയറായിട്ടുള്ള കേസുകൾ നമുക്ക് ത്രെഡഡ് ബൈനറി ട്രീ വളരെ എഫക്റ്റീവായിട്ട് ഇൻഓർഡർ ട്രാവേഴ്സിൽ ഫാസ്റ്റർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സുകൾ തന്നെയാണ്. ആദ്യം നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1ലേക്ക് വന്നു. 1ൽ നിന്ന് ത്രെഡ് വഴി നമ്മൾ 3ലേക്ക് എത്തി. ഇനി 3ൽ നിന്ന് നമ്മൾ അടുത്തത് 5ലേക്ക് പോയി. 3ൽ നിന്ന് ത്രെഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ 5ലേക്ക് പോയി. ഇനി 5ൽ നിന്ന് ത്രെഡ് ഉണ്ടായിരുന്നു, നമ്മൾ 6ലേക്ക് പോയി. 6ൽ നിന്ന് ത്രെഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ 8ലേക്ക് നേരിട്ട് പോയി. 8ൽ നിന്ന് ത്രെഡ് ഉണ്ടായിരുന്നില്ല. ത്രെഡ് ഉണ്ടായിരുന്നില്ല മീൻസ് 8ൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ 7ലേക്ക് പോയി. 7ന് ത്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അവിടുന്ന് 8ലേക്ക് വന്നു. ഇനി 8ന് ത്രെഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ എഴുതിയിട്ടില്ല, ബാക്കി നമുക്ക് വരയ്ക്കാം. അപ്പോൾ 8 വന്നതിന് ശേഷം 8ന് ത്രെഡ് ഇല്ല, അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് കണ്ടുപിടിച്ചു. 9ന് ത്രെഡ് ഉണ്ടായിരുന്നു, 11ലേക്ക് പോയി. പിന്നെ 11ന് ത്രെഡ് ഇല്ല, 13ൽ പോയി. കൂടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇൻഓർഡർ ട്രാവേഴ്സിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ ത്രെഡഡ് ബൈനറി ട്രീ ഉപയോഗിച്ച് ഈസി ആയിട്ട് സാധിക്കും. റിക്കേഷനും അതിൻ്റെ കോംപ്ലക്സിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ടുള്ള വേറെ മെത്തേഡുകളൊന്നും നമുക്ക് ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ഒരു കാര്യം കൂടി, അപ്പോൾ എപ്പോഴും ഒരു ഭാഗം ഓക്കെ ആകുമ്പോൾ മറ്റേ ഭാഗത്ത് ചെറിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻസേർഷൻ ഡിലീഷൻ ട്രാവേഴ്സിലൊക്കെ വേണ്ട സ്ഥലത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇൻസേർഷൻ ഡിലീഷനൊക്കെ വളരെ റെയറായിട്ട് ആദ്യം തന്നെ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡായിട്ട് മാത്രം നടക്കുന്നു. ട്രാവേഴ്സലുകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നൊരു അൽഗോരിതം ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ത്രെഡഡ് ബൈനറി ട്രീ എന്നുള്ള കോൺസെപ്റ്റ്. ഇതോടുകൂടി നമ്മുടെ മോഡ്യൂൾ കഴിയുകയാണ്. ട്രീ എന്നുള്ള മോഡ്യൂൾ കഴിയുകയാണ്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാമാണ് നിങ്ങളുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ട്രീസിൻ്റെ വളരെ വൈവിധ്യങ്ങൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ടറി ഈ മോഡ്യൂളിൻ്റെ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് നിങ്ങൾ പോവുകയാണെങ്കിൽ, എഞ്ചിനീയറിങ്ങിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് പോസ്റ്റ് ഗ്രാജുവേഷന് പോവുകയാണെങ്കിൽ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കാം. അപ്പോൾ ജസ്റ്റ് ട്രീയും അതിൻ്റെ അത്യാവശ്യം 1-2 വേരിയേഷൻസും ഒക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു ഫെമിലറൈസേഷൻ നടന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ മോഡ്യൂൾ നമുക്കൊരു ഡിസ്കഷൻ നടത്താം. ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് എനിക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ് നടത്താനുള്ളൊരു ചെറിയൊരു നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അത്ര എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ക്ലാസ് തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ പോവാം. അതിനുശേഷം നമുക്ക് ലൈവ് ഡിസ്കഷൻ ക്ലാസ്സുകൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമ്പോൾ നമുക്ക് നടത്താം.
അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി വയ്ക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് വിരോധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ലൈവ് ക്ലാസ് വയ്ക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഇവിടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങൾ കുറേ അധികം വരുന്നുണ്ട്. പണ്ട് അത്ര അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ലൈവ് ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ നെറ്റ് ബ്രേക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് ലൈവ് ക്ലാസ് എഫക്റ്റീവ് ആവില്ല എന്നുള്ളൊരു തോന്നലാണ് ഞാനിപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ തൽക്കാലം പോട്ടെ എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.